അധികം മസാലയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പി പറയട്ടെ. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന നല്ല ഒന്നാന്തരം ഒരു മുട്ടക്കറിയാണിത്. അധികം എരിവില്ലാത്തത് കൊണ്ട് കുട്ടികൾക്കെല്ലാം ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ മുട്ട സ്റ്റൂവിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് വീറ്റ് പാലപ്പമാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും J2H Trine പുതിയൊരു വ്ലോഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം കാര്യങ്ങളൊന്നും വേണ്ടെന്നേ. ഒരു കുഞ്ഞ് ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ടങ്ങ് അരിഞ്ഞത്, 2 ചെറിയ പൊട്ടാറ്റോ അതും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, മീഡിയം സൈസിലുള്ളൊരു സവോള നല്ല നേർമയായിട്ട് അരിഞ്ഞത്, 4-5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് 1 ടീസ്പൂൺ. അത്രയും മതി. ഇത് നമ്മൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പം അത്യാവശ്യം വലിപ്പമുള്ളൊരു കുക്കർ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ആയാൽ അത്രയും നല്ലത്, നല്ല നാടൻ രുചി കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ അത്യാവശ്യം സ്പൈസസ് ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ഏലക്ക, 3 ഗ്രാമ്പൂ, 2 പട്ട, 1 തക്കോലം ഇത്രയിട്ട് അതൊന്ന് മൂപ്പിക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി അതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഒന്നും വഴറ്റി സമയം കളയാൻ നിൽക്കേണ്ട. എല്ലാവർക്കും ഉള്ള പരാതിയാണ് അല്ലേ, ചിക്കൻ കറി വയ്ക്കാൻ, ബീഫ് കറി വയ്ക്കാൻ, മട്ടൻ കറി വയ്ക്കാൻ, അല്ലെ മുട്ടക്കറി വയ്ക്കാൻ. ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ വഴറ്റുന്ന വലിയ മെനക്കേടുള്ള പരിപാടിയെന്നാണ് എല്ലാവരും പറയുന്നത്. അത് നമ്മളിത് ഇവിടെ വഴറ്റാനൊന്നും നിൽക്കുന്നില്ല. ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾ എല്ലാം കൂടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നേ ഉള്ളൂ. 1 ടീസ്പൂൺ ഉപ്പിപ്പോൾ ചേർത്താൽ മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഈ വെജിറ്റബിൾസിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെള്ളമല്ല കേട്ടോ, തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 3-ാം പാലില്ലേ, നല്ല ലൂസായിട്ടുള്ള ആ 3-ാം പാലാണ് ചേർക്കുന്നത്. ഇതിപ്പം 2 കപ്പോളം, അതായത് നമ്മളിട്ട വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന്, അതാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുക എന്നൊക്കെ പറയുന്നത് അതും പലർക്കും ഇത്തിരി മടിയുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ. അതിനൊക്കെ ഇപ്പോൾ സംവിധാനമുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ തേങ്ങയുടെ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് നല്ല തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ കുക്കറിൽ വെച്ച് നമ്മളതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 3 വിസിൽ അത്രയും മതി. അത് ഓഫ് ചെയ്തങ്ങ് വെക്കുക. അതിനുശേഷം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് അത്രയും വേണ്ട, അതായത് എരിവ് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അതും 1/2 ടീസ്പൂൺ ആകാം. ഇതെല്ലാം കൂടി ഓയിലിലേക്കിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കുകയാണ്. ഈ മുട്ട തോട് കളഞ്ഞ ശേഷം അതിൽ നെടുകെ അല്ലെങ്കിൽ കുറുകെ നിങ്ങളുടെ ഇഷ്ടം ഒന്ന് ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊടിയിലിട്ട് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ സ്റ്റൂ വയ്ക്കുമ്പോഴേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഫ്രൈ ഒന്നും ആക്കണ്ട, മസാല എല്ലാം ഇതിലൊന്ന് പിടിച്ച് വന്നാൽ മതി. അപ്പോഴേക്കും നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ കളറൊന്നും കണ്ടിട്ട് ആരും വറീഡാവണ്ട, കളറൊക്കെ മാറി വരും മക്കളെ. നമ്മൾ ഈ എരിവിനനുസരിച്ചാണ് കേട്ടോ കുരുമുളക് ചേർക്കുന്നത്. അധികം എരിവ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് 1 ടീസ്പൂണൊക്കെ ചേർക്കാം. അതല്ല, കുട്ടികളൊക്കെ ഉള്ളവരാണ്, എരിവൊക്കെ കുറച്ച് കഴിക്കുന്നവരാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ കറി നല്ല വൈറ്റ് കളറിലേക്കും. അപ്പോൾ ഇത് അങ്ങനെ ഇരുന്ന് തിളക്കട്ടെ, നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് ഈ കറി ഒന്ന് കുറുകാനും 2 ട്രിക്സ് ഉണ്ട്, പറയട്ടെ. 1 എന്ന് പറയുന്നത് നമ്മൾ ഇതിലുള്ള പൊട്ടാറ്റോ തന്നെ ആ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചങ്ങ് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ വേറൊരു പരിപാടി കൂടിയുണ്ട്, അത് പറഞ്ഞുതരാം. ഇപ്പോൾ അതെ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ അട്ടിപ്പ് തേങ്ങയുടെ 2-ാം പാലിൽ കുറച്ച് കാഷ്യൂനട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചങ്ങ് ചേർക്കുക. ഒരു 5-6 കാഷ്യൂനട്ട് മതി. കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ലെവലിലേക്കും പോകും. കറിക്ക് റിച്ച് ലുക്കായിരിക്കും, കിടു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ നട്ട്സ് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി അധികം തിളയ്ക്കാൻ നിൽക്കേണ്ട, നമുക്ക് നേരെ സിമ്മിലേക്കാക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തേങ്ങയുടെ 1-ാം പാൽ, അതായത് നല്ല കട്ടിയുള്ള കുറുകിയ പാൽ,
അത് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തിളയ്ക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. നല്ല കിടിലൻ രുചിയിലുള്ള നമ്മുടെ മുട്ട സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റൂ നമ്മൾ സെർവ് ചെയ്യാൻ എടുക്കുമ്പോഴേക്കും ഇത് നല്ല കുറുകി നല്ല ഉഗ്രൻ ലുക്കിൽ അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മിക്കവാറും മുട്ടയൊക്കെ ഒരേ രീതിയിലല്ലേ നമ്മൾ വെക്കാറ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതല്ലേ. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മട്ടണില്ല, ചിക്കനില്ല, ബീഫില്ല എന്നൊക്കെ പറഞ്ഞ് ആരും വറിയിടാണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വീറ്റ് പാലപ്പവും മുട്ട സ്റ്റൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുമല്ലോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ മറക്കാതെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.